ഗുഡ് മോർണിംഗ്. ബോയ്സ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ? ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നോക്കണം. അതിനിടയ്ക്ക് ഫ്രാങ്ക്ഫർട്ട് എക്സ്പെരിമെന്റ് ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയി തന്നിരുന്നു. ഇനി ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് ന്യൂക്ലിയർ മോഷൻ. ഓക്കെ, ന്യൂക്ലിയർ മോഷൻ. അതിലേക്ക് എത്താനുണ്ടായ കാരണമാണ് ആദ്യം പറയുന്നത്. നമ്മളിപ്പം നിലവിൽ വെച്ച കാൽക്കുലേഷൻസ് ഉണ്ടല്ലോ, ബോർ മോഡലിന്റെ കാൽക്കുലേഷൻസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് സ്പെക്ട്രൽ ലൈൻസ് ഒക്കെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു അല്ലെ? വേവ് ലെങ്ത് ഒക്കെ നമ്മൾ കണ്ടു. ആ വേവ് ലെങ്ത് കണ്ടതില് പിന്നെ ഒബ്സേർവ്ഡ് വാല്യൂസും നമുക്ക് ആ കാൽക്കുലേറ്റഡ് വാല്യൂസും തിയറട്ടിക്കൽ വാല്യൂസും ഒബ്സേർവ്ഡ് വാല്യൂസും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. വളരെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളിപ്പം പിന്നെ ഹൈഡ്രജൻ സ്പെക്ട്ര പറഞ്ഞില്ലേ, ലേമാൻ സീരീസും അതുപോലെ കുറെ ബാമ സീരീസും ഒക്കെ പറഞ്ഞില്ലേ, അത് വെച്ചിട്ട് നമുക്ക് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുല ഉണ്ടല്ലോ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതും എക്സ്പെരിമെന്റലി ഒബ്സർവ് ചെയ്ത് കണ്ടതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഡിഫറൻസ്. അതിന്റെ കാരണം എന്തായിരുന്നു എന്ന് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ആ സ്ലൈറ്റ് ഡിഫറൻസ് കണ്ടപ്പം പിന്നെ അവിടെ മനസ്സിലായി എന്ത്, ഒരു ചെറിയ കാര്യം നമ്മളവിടെ, ചെറുതല്ല അത്യാവശ്യം വലിയൊരു കാര്യം തന്നെ നമ്മളവിടെ പരിഗണിച്ചിട്ടില്ല. അതായത് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിലാണ് സോൾവ് ചെയ്തത്. ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു പ്രോട്ടോൺ ഉണ്ട് അല്ലെ? പ്രോട്ടോൺ, അതാണ് ന്യൂക്ലിയസ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ. അതിന് ചുറ്റും എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു. ഇതാണ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മള് ഇപ്പൊ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള മാസ് ഡിഫറൻസ് എത്രയാണ്? ഏകദേശം 1836 ടൈംസ് ഉണ്ട് അല്ലെ? പ്രോട്ടോണിന്റെ മാസ് ഇലക്ട്രോണിനെക്കാളും 1836 ടൈംസ് വലുതാണ്. ഓക്കെ, ആ ഇക്വേഷൻ തന്നെ എങ്ങനെയാണ്? മാസ് ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു 1836 ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അത്രയും ഹെവിയർ ആണ് എന്ത്, പ്രോട്ടോൺ എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ ഇമാജിൻ ചെയ്തത് പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഇങ്ങനെ നിൽക്കുന്നു, ഇലക്ട്രോൺ അങ്ങനെ റിവോൾവ് ചെയ്യുന്നു എന്നാണ് അല്ലെ? സത്യത്തിൽ അങ്ങനെയാണോ? നമ്മളിപ്പം സോളാർ സിസ്റ്റത്തിനകത്ത് സണ്ണ് സെന്ററിൽ നിൽക്കുന്നു, എർത്ത് അതുപോലെ ബാക്കി പിന്നെ പ്ലാനറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഇതിനെ റിവോൾവ് ചെയ്യുന്നു എന്നതാണോ ശരി? അങ്ങനെയല്ല. ശരി എന്താണ്? സണ്ണും എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. എന്തിനെ ആസ്പദമാക്കിയിട്ട്? അബൌട്ട് ദിയർ കോമൺ സെന്റർ ഓഫ് മാസ് അല്ലെ? സണ്ണും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പിന്നെ റൊട്ടേഷൻ നടത്തുന്നുണ്ട് അല്ലെ? അപ്പോ ആ ഒരു പരിഗണന നമ്മളിവിടെ പരിഗണിച്ചിട്ടില്ല അല്ലെ? അതായത് ന്യൂക്ലിയർ മോഷൻ എന്നുള്ള ടൈറ്റിൽ കണ്ടിട്ട് ബേജാറൊന്നും വേണ്ട. മോഷൻ ഓഫ് ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ അല്ലെ? ന്യൂക്ലിയർ മോഷൻ എന്ന് പറഞ്ഞാല് മോഷൻ ഓഫ് ദ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസും കൂടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കൺസിഡർ ചെയ്യാത്തതുകൊണ്ടാണ് ആ പ്രശ്നം വന്നത് അല്ലെ? എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോട്ടോൺ അവിടെ പിന്നെ പെർമനന്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു, ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു എന്നതല്ല ശരി. പക്ഷെ എങ്ങനെയാണ്, പ്രോട്ടോണും എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ? അതായത് ദിസ് പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ഈസ് റിവോൾവിംഗ് വിത്ത് റെസ്പെക്ട് ടു ദെയർ കോമൺ സെന്റർ ഓഫ് മാസ് അല്ലെ? ഇതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെ വരിക? ഇവിടെ ഇലക്ട്രോണിന്റെ തരിക. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും സെന്റർ ഓഫ് മാസ് ഏകദേശം എവിടെ വരിക? സെന്റർ ഓഫ് മാസ് ഈസ് ഓൾവേസ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദി ഹെവിയർ പാർട്ടിക്കിൾ അല്ലെ? ഹെവിയർ പാർട്ടിക്കിൾ ഏതാ? ഇവിടെ പ്രോട്ടോൺ ആണ്. അപ്പൊ ഏകദേശം ഇവിടെ ഇതിനോട് ചാരിയാണ് എന്ത് വരിക, സെന്റർ ഓഫ് മാസ് വരിക. അതിനെ ആസ്പദമാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് റിവോൾവ് ചെയ്യുന്നുണ്ട്. ആ മോഷനും കൂടെ നമുക്ക് അവിടെ പരിഗണിക്കണം അല്ലെ? ഇത്തരത്തിൽ ഒരു സിസ്റ്റത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇക്വലന്റ് സിസ്റ്റം ഉണ്ടാക്കാം. നിലവിൽ എങ്ങനെയാണ് സിസ്റ്റം? ഇലക്ട്രോൺ പ്രോട്ടോൺ ഉണ്ട്, പ്രോട്ടോൺ സ്റ്റേബിൾ ആണ്, ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞത്. അങ്ങനെയല്ല. എങ്ങനെയാണ്? പ്രോട്ടോണും എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ? പ്രോട്ടോണും ഇലക്ട്രോണും എങ്ങനെ മൂവ് ചെയ്യുന്നത്? വിത്ത് റെസ്പെക്ട് ടു ദെയർ കോമൺ സെന്റർ ഓഫ് മാസ്. അത്തരത്തിൽ ഒരു സിസ്റ്റത്തിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. എങ്ങനെ റീപ്ലേസ് ചെയ്യാം? സച്ച് ദാറ്റ് ഇവര് രണ്ടുപേരുടെയും മാസ് കൂട്ടിയിട്ട് നമ്മളൊരു റെഡ്യൂസ്ഡ് മാസ് ഉണ്ടാക്കുക. എന്താണ്? എം പ്രൈം. ഓക്കെ, എം പ്രൈം എന്ന് പറഞ്ഞൊരു റെഡ്യൂസ്ഡ് മാസ് ഉണ്ടാക്കുക. എം പ്രൈം മാസ് ഉള്ള ഒരു വസ്തു വേറെ ഒരു പിന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള പാർട്ടിക്കിളിനെ റിവോൾവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ സിസ്റ്റം മാറ്റിയെടുക്കാം. ഇക്വലന്റ് ആണ് അല്ലെ? ഈ സിസ്റ്റവും ആ സിസ്റ്റവും ഇക്വലന്റ് ആണ്. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഫിക്സഡ് ആയിട്ടുള്ള ഒരു സെന്റർ, അതിന് ചുറ്റും എം പ്രൈം മാസ് ഉള്ള ഒരാൾ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് ഇമാജിൻ ചെയ്താൽ മതി. രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പൊ ആ എം പ്രൈം എങ്ങനെയാ കിട്ടുക? ഇഫ് ഐ അസ്യൂം ദാറ്റ് ദ മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് ക്യാപിറ്റൽ എം ആൻഡ് മാസ് ഓഫ് ദ റിവോൾവിംഗ് പാർട്ടിക്കിൾ ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഈസ് എം, സ്മാൾ ലെറ്റർ എം. അങ്ങനെ വെച്ചാൽ റെഡ്യൂസ്ഡ് മാസ് ഈസ് ഡിഫൈൻഡ് ആസ് എം ഇൻറ്റു എം ബൈ എം പ്ലസ് എം. ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാ, ഇത് വെച്ചിട്ട് ബാക്കി കാൽക്കുലേഷൻസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മാസ് എന്താണ്,
എം പ്രൈം ആണ് അല്ലെ. എങ്ങനെ? ഒരു സ്റ്റേബിൾ സെന്റർ അല്ലെ, അതിന് ചുറ്റും എം പ്രൈം മാസുള്ള ഒരാള് റിവോൾവ് ചെയ്യുന്നു അല്ലെ. അങ്ങനെയാണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യേണ്ടത്. ഈ സിസ്റ്റം എന്താണ്? പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. അവർ രണ്ടുപേരും വിത്ത് റെസ്പെക്ട് ടു ദെയർ കോമൺ സെന്റർ ഓഫ് മാസ് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. അതിനെ റീപ്ലേസ് ചെയ്ത് ഞാൻ ഒരു സ്റ്റേബിൾ സെന്റർ ആയിട്ടുള്ള എം പ്രൈം മാസുള്ള ഒരാളിങ്ങനെ റിവോൾവ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ എനർജിയും അതുപോലെ റേഡിയസും ഒക്കെ നമുക്ക് ഒന്ന് റീകാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എനർജിക്കുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു? En ഈക്വൽ ടു മൈനസ് എം ഇ പവർ 4 ബൈ 8 എപ്സിലോൺ നോട്ട് സ്ക്വയർ n സ്ക്വയർ h സ്ക്വയർ ആയിരുന്നു. ഇതല്ലായിരുന്നോ എനർജി? ഇനി ഈ സിസ്റ്റത്തിന്റെ കേസിൽ എനർജി എന്താവും? ഒരു മാറ്റമല്ല. നമ്മൾ നേരത്തെ ചെയ്ത കാൽക്കുലേഷൻസ് ഒന്നും രണ്ടാമത് ചെയ്യേണ്ട. ഇതെന്താക്കിയാൽ മതി? എം പ്രൈം ആക്കിയാൽ മതി. അതുകൊണ്ട് പുതിയ എനർജി En പ്രൈം. അതുകൊണ്ട് ഒറിജിനൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് En പ്രൈം ഈക്വൽ ടു മൈനസ് എം പ്രൈം ഇ ടു ദ പവർ 4 ബൈ 8 എപ്സിലോൺ നോട്ട് സ്ക്വയർ n സ്ക്വയർ h സ്ക്വയർ ആണ്. ഓക്കെ. ഇനി ഇതിനെ നമുക്ക് പഴയ എനർജി ആയിട്ടൊന്ന് ലിങ്ക് ചെയ്യണം. അതിനെന്ത് ചെയ്താൽ മതി? നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തോ. ഇതിനെന്ത് ചെയ്താൽ മതി? ഒരു എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു എം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മൾ ഇ എൻ എന്ന് പറഞ്ഞല്ലേ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഇ എന്നും ഇ എൻ പ്രൈം ഒന്ന് പിന്നെ റിലേറ്റ് ചെയ്യണം. അപ്പൊ നോക്കുക, ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് ഇ എൻ പ്രൈം ഈക്വൽ ടു മൈനസ് ഇ എം പ്രൈം അങ്ങോട്ട് എടുക്കുക, എം ഇ ടു 4 ഡിവൈഡ് ബൈ 8 എപ്സിലോൺ നോട്ട് സ്ക്വയർ n സ്ക്വയർ h സ്ക്വയർ ഇൻറ്റു എം പ്രൈം ബൈ എം എന്ന് കൊടുക്കാം. ഇ എം പ്രൈം അങ്ങോട്ട് എടുത്ത് എം അങ്ങോട്ട് ഇട്ടു. ഇനി ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്വാണ്ടിറ്റി എന്താണ്? ഇത് ഇ എൻ ആണ്. അതുകൊണ്ട് ഐ ക്യാൻ റൈറ്റ് ദ ന്യൂ എനർജി ആസ് En prime equal to En into m prime by m. ക്ലിയർ ആയോ അല്ലേ? അതുപോലെ ഇതാണ് പുതിയ എനർജി, ഇമ്പോർട്ടന്റ് ആണ്. ഇനി എനിക്ക് എന്ത് ചെയ്യണം? റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യണം. Rn equal to n സ്ക്വയർ h സ്ക്വയർ എപ്സിലോൺ 0 ബൈ e സ്ക്വയർ പൈ m ആയിരുന്നു എന്ത്? റേഡിയസ്. ഏത് റേഡിയസ്? പഴയ റേഡിയസ്. ഇനി ന്യൂക്ലിയർ മോഷൻ പരിഗണിച്ചുകൊണ്ട് ഉള്ള റേഡിയസ് എന്താവും? Rn പ്രൈം ഈക്വൽ ടു ഇവിടെ എന്ത് വരും? എം പ്രൈം വരും. n സ്ക്വയർ സ്ക്വയർ എപ്സിലോൺ 0 ബൈ e സ്ക്വയർ പൈ m പ്രൈം എന്ന് വരും. ഇനി ഇതും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യണം. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? പഴയ എനർജിയുടെ ടേംസ് എഴുതണം, റേഡിയസിന്റെ ടേംസ് എഴുതണം. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു എം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഐ വിൽ ഗെറ്റ് Rn പ്രൈം ഈക്വൽ ടു n സ്ക്വയർ h സ്ക്വയർ എപ്സിലോൺ 0 ബൈ e സ്ക്വയർ പൈ m, ഈ എം പ്രൈം എം എക്സ്ചേഞ്ച് ചെയ്യുക, ഇൻറ്റു എം ബൈ എം പ്രൈം. ഓക്കെ. ഐ വിൽ ഗെറ്റ് Rn പ്രൈം ഈക്വൽ ടു ഇതെന്താണ്? Rn ആണ്. Rn ഇൻറ്റു എം ബൈ എം പ്രൈം അല്ലേ? അപ്പം എനർജി പുതിയത് എം പ്രൈം ബൈ എം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇത് എം ബൈ എം പ്രൈം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ നമ്മൾ പ്രശ്നം ഉണ്ടായിരുന്നത് സ്പെക്ട്രൽ ലൈൻസിൽ മാറ്റം ഉണ്ടായിരുന്നല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ എം പ്രൈം എന്താ? എം എം ബൈ എം പ്ലസ് എം അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എനർജി എന്ന് പറഞ്ഞാൽ ഇ ഇൻറ്റു എം പ്രൈം ബൈ എം ആ. ഇതിനകത്ത് നിന്ന് എം പ്രൈം ബൈ എം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എം പ്രൈം ബൈ എം ഈക്വൽ ടു എന്താ വരിക? എം ബൈ എം പ്ലസ് എം വരിക അല്ലേ? അപ്പൊ എം പ്രൈം ബൈ എം ഈക്വൽ ടു എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ന്യൂക്ലിയസ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ എത്ര? പ്രോട്ടോൺ അല്ലേ? 1836 ഇൻറ്റു എം ഇ ബൈ എം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ മാസ് എം ഇ പ്ലസ് മാസ് ഓഫ് ന്യൂക്ലിയസ് 1836 എം ഇ അല്ലേ? ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിപ്പം എന്താവും? 1837 എം ഇയോ. അപ്പൊ 1836 ബൈ 1837 എന്ന് വരും അല്ലേ? അങ്ങനല്ലേ ഇതാ? ഇത് എത്ര കിട്ടുക? 0.999 എന്ന് കിട്ടും. ഓക്കെ. അപ്പോ ഇതെന്നല്ലോ, ഇത് ശരിക്കും എത്രയാണ്? നമ്മളിവിടെ നോക്കിയത് ആദ്യത്തെ എനർജി എത്രയായിരുന്നു? ഇ എൻ പ്രൈം ഈക്വൽ ടു ഇ എൻ ആയിരുന്നു. ഇനി ഇവിടെ എം പ്രൈം ബൈ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 0.99 കൊണ്ട് മൾട്ടിപ്ലൈ ആവും. അതുകൊണ്ട് ഇതിനെ ഇ എന്നിന് 0.99 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇ എൻ ആർ കുറയാണോ കൂടാണ് ചെയ്യുക? കുറയാ ചെയ്യുക അല്ലെ? അപ്പൊ ഇ എൻ പ്രൈം എന്ന് പറയുന്നത് ഇ എന്നിലേറെ കുറച്ച് കുറയും, ചെറുതായിട്ടൊന്ന് കുറയും. എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് ഒന്ന് കൂടും, ചെറിയൊരു മാറ്റം. 1ഉം 0.99 തമ്മിൽ എത്ര മാറ്റമുണ്ട്? അതേപോലത്തെ ഒരു മാറ്റം എവിടെ ഉണ്ടാവും? വേവ് ലെങ്ത്തിൽ ഉണ്ടാവും. എനർജി ഒരു പൊടിക്ക് കുറഞ്ഞു, അതുകൊണ്ട് വേവ് ലെങ്ത് ഒരു പൊടിക്ക് കൂടും അല്ലെ? ആ കൂടലാണ് സ്പെക്ട്രൽ ലൈൻസിലുള്ള ഡിഫറൻസിന് കാരണമായത്.
ഓക്കെ, അപ്പൊ ഇതും കൂടെ അപ്ലൈ ചെയ്തപ്പോൾ സ്പെക്ട്രൽ ലൈൻസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്യാനുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുക. എ പോസിട്രോണിയം ആറ്റം ഈസ് എ സിസ്റ്റം ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ പോസിട്രോൺ ആൻഡ് an electron that orbit each other. Compare the wavelength of spectral lines of positronium atom with respect to ordinary hydrogen atom. ക്വസ്റ്റ്യൻ പോസിറ്റീവ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വായിച്ചെടുക്കാം. ഇനി ഇവിടെ പറഞ്ഞെന്താണ്? പോസിട്രോണിയം ആറ്റം എന്ന് പറഞ്ഞതാണ്. എന്താ പോസിട്രോണിയം ആറ്റം എന്ന് പറഞ്ഞാല്? ഒരു പോസിട്രോൺ ആണ് അവിടെ ന്യൂക്ലിയസ്. പോസിട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിന്റെ പോസിറ്റീവ് വേരിയന്റ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ എന്ന് പറയാം, അല്ലേ? അല്ലെങ്കിൽ എങ്ങനെയല്ല, ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ എന്ന് പറയാം. ഇലക്ട്രോണിന്റെ അതേ മാസ്, പക്ഷേ ചാർജ് ഓപ്പോസിറ്റ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് അല്ലേ, പോസിട്രോൺ എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. അവിടെ എന്താണ്? ഒരു പോസിട്രോൺ ആണ് ന്യൂക്ലിയസ്, അതിന് ചുറ്റും എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു ആറ്റം ഉണ്ടെന്ന് കരുതുക. ഇതിന്റെ സ്പെക്ട്രവും ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രവും തമ്മിൽ കമ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇത് പിന്നെ നമ്മള് എനർജി ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. En പ്രൈം ഈക്വൽ ടു En ഇൻറ്റു എം പ്രൈം ബൈ എം അല്ലേ? അപ്പം ഈ ഇക്വേഷൻ നമുക്കുണ്ട്, എനർജി ഈക്വൽ ടു En ഇൻറ്റു എം പ്രൈം ബൈ എം. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നോക്കാം, ഇതിന്റെ കേസിൽ മാസ് ഓഫ് ന്യൂക്ലിയസ് എന്താണ്? മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് പോസിട്രോൺ. മാസ് എന്താണ്? ഇലക്ട്രോണിന്റെ മാസ് തന്നെയാണ്. അപ്പൊ എം ഇതാവും. അതുപോലെ മാസ് ഓഫ് റിവോൾവിംഗ് പാർട്ടിക്കിൾ എന്താണ്? ഇലക്ട്രോൺ ആണ് റിവോൾവ് ചെയ്യുന്നത്, അതിന്റെ മാസ് എന്താണ്? എം ആണ്. അതുകൊണ്ട് റെഡ്യൂസ്ഡ് മാസ് എം പ്രൈം ഈക്വൽ ടു എം ഇൻറ്റു എം ബൈ എം പ്ലസ് എം അല്ലേ? അപ്പൊ എന്ത് വരും? എം ഇ സ്ക്വയർ ബൈ 2me എന്ന് വരും. എം ഇ കട്ട് ചെയ്ത് പോകും, ബാക്കി എം ഇ ബൈ 2 എന്ന് വരും അല്ലേ? അതുകൊണ്ട് എനർജി ബിക്കംസ് En പ്രൈം ഈക്വൽ ടു En ഇൻറ്റു എം പ്രൈം ബൈ എം എന്നല്ലേ ഫോർമുല, അല്ലേ? എന്ത് വരും? En പ്രൈം ഈക്വൽ ടു En ഇൻറ്റു എം പ്രൈം. ഇപ്പൊ നമുക്ക് എത്ര കിട്ടിയേ? എം ഇ ബൈ 2 അല്ലേ? എം ഇ ബൈ 2 ഇൻറ്റു 1 ബൈ എം എന്ന് പറഞ്ഞാല് മാസ് ഓഫ് ഇലക്ട്രോൺ അല്ലേ? ഇലക്ട്രോൺ കൊടുത്തു. അപ്പം എം ഇ കട്ട് ചെയ്ത് പോയി, ബാക്കി En പ്രൈം ഈക്വൽ ടു En ബൈ 2 എന്ന് കിട്ടും അല്ലേ? അപ്പം ഈ ഒരു ആറ്റത്തിന്റെ എനർജി, എന്ന് പറഞ്ഞാ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി അല്ലേ? അപ്പൊ ഈ ആറ്റത്തിന്റെ എനർജി ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജിയുടെ പകുതിയേ ഉള്ളൂ. മനസ്സിലായോ? അതായത് ഇപ്പൊ ഫസ്റ്റ് E1 ആണ് എഴുതുക. E1 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിന് എത്രയാണ്? -13.6. അപ്പൊ ഇതിന് എത്ര വരും? -13.6 ബൈ 2. ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജിയേക്കാൾ പകുതി എന്തിനുണ്ടാവുള്ളൂ? ഈ സിസ്റ്റത്തിന്റെ എനർജി ഉണ്ടാവുള്ളൂ. ഇനി ഇത് എനർജിയാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ സ്പെക്ട്രൽ ലൈൻസ് കമ്പയർ ചെയ്യാനാ. അപ്പം എനർജിയും സ്പെക്ട്രൽ ലൈൻസ് പറഞ്ഞാൽ വേവ് ലെങ്ത്തും കമ്പയർ ചെയ്യണം അല്ലെ? വേവ് ലെങ്ത് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ? ഈക്വൽ ടു എച്ച് ന്യൂ അല്ലെങ്കിൽ ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ എനർജിയും വേവ് ലെങ്ത്തും എന്താണ്? ഇൻവേഴ്സ് റിലേഷനാ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ എനർജി പകുതിയായി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് എന്താവും? ഡബിൾ ആവും അല്ലെ? അതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന സ്പെക്ട്രത്തിന്റെ വേവ് ലെങ്ത് വിൽ ബി ഡബിൾ ദാൻ ദാറ്റ് ഓഫ് ദി ഹൈഡ്രജൻ സ്പെക്ട്ര. ഓക്കെ, അതായത് എനർജിയും ലാംഡയും ഇൻവേഴ്സ് റിലേഷൻ ആണ്. അതുകൊണ്ട് പോസിട്രോണിയം ആറ്റത്തിന്റെ വേവ് ലെങ്ത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ വേവ് ലെങ്തിനേക്കാളും ഡബിൾ ആയിരിക്കും എന്നാണ് നമുക്ക് കിട്ടുന്നത്. ട്വൈസ് ദി വേവ് ലെങ്ത് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്ര. ക്ലിയർ ആയല്ലോ? അപ്പം ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം താങ്ക് യു ഓൾ.